ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഓരോന്നും യഥാകാലം നന്മയായി തെളിയും. പ്രഭാഷകൻ 39:34. അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും, നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുമ്പിലും കർത്താവിന്റെ മഹത്വം നിന്റെ പിമ്പിലും നിന്നെ സംരക്ഷിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും. നിന്റെ ഇരുണ്ട വേളകൾ മധ്യാഹ്നം പോലെയാകും. ജീവിതത്തിലെ ഏറ്റവും മോശം സമയമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം. നമ്മൾ ആരാണ്, നമുക്ക് ആരൊക്കെയുണ്ട്, അതിലുപരി നമ്മൾ എത്രയേറെ ഇതെല്ലാം ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാവുന്നു. ജീവിതത്തിലെ ഏറ്റവും മോശം സമയമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം. നമ്മൾ ആരാണ്, നമുക്ക് ആരൊക്കെയുണ്ട്, അതിലുപരി നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ, ഇതെല്ലാം തിരിച്ചറിയുന്നത് അപ്പോഴാണ്. ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടയാണ്. ചിരിക്കാൻ കഴിയുന്നത് മാത്രമല്ല, കരയാൻ കഴിയുന്നതും ഒരു ഭാഗ്യമാണ്. ചിലപ്പോഴൊക്കെ മനസ്സിനുള്ളിൽ ഉഗ്ര വിസ്ഫോടനങ്ങൾ നടന്നിട്ടും ഒന്ന് കരയാൻ കഴിയാതെ പിടിച്ചു നിൽക്കുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ? ഒന്നുകിൽ ചില സാഹചര്യങ്ങൾ കൊണ്ട്, അതല്ലെങ്കിൽ താൻ കരഞ്ഞു പോയാൽ ഒപ്പമുള്ള ചില മനുഷ്യരൊക്കെ തകർന്നു പോകുമെന്ന ഭയമുള്ളതുകൊണ്ട് ഉറഞ്ഞൊഴുകിയെത്തുന്ന കണ്ണുനീറിനെയൊക്കെ തടയണ കെട്ടി നിർത്തി ഉള്ളിൽ വിങ്ങിപ്പൊട്ടുന്ന എത്രയെത്ര മനുഷ്യരുണ്ട് നമുക്കിടയിൽ. സ്വസ്ഥമായൊന്ന് പൊട്ടിക്കരയാൻ കൊതിക്കുന്ന, അതിന് ഭാഗ്യമില്ലാത്ത ചില മനുഷ്യർ. അതെ, ചിരിക്കാൻ കഴിയുന്നത് മാത്രമല്ല, കരയാൻ കഴിയുന്നതും ചിലപ്പോഴൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. മനസ്സു തുറന്ന് ഒന്ന് അലറിക്കരഞ്ഞാൽ ഉള്ളിലുള്ള സങ്കടങ്ങളുടെ ഇത്തിരി ഭാരമെങ്കിലും ആ കണ്ണീരിനൊപ്പം ഒഴുക്കിവിടാമെന്നറിയാമെങ്കിലും അങ്ങനെയൊന്ന് കരഞ്ഞ് ആശ്വസിക്കാനാവാത്ത അവസ്ഥ അനുഭവിച്ചവർക്കേ മനസ്സിലാകൂ. പുറമേ ചിരിച്ച് നമ്മൾ കാണുന്ന മനുഷ്യരിൽ പലരും ഹൃദയം തകർന്നൊടുങ്ങി എന്ന വാർത്ത കേൾക്കുമ്പോൾ ആ വാർത്ത വിശ്വസിക്കാനാവാതെ കേട്ടു നിന്നിട്ടില്ലേ? തടഞ്ഞു നിർത്തിയ സങ്കടങ്ങളുടെ ഭാരം താങ്ങാനാവാതെ വരുമ്പോൾ ഹൃദയം പിണങ്ങുന്നതാവും. ഇടയ്ക്കെപ്പോഴെങ്കിലും മനസ്സ് തുറക്കുന്നിടം വരെ, മനസ്സ് തണുക്കുന്നിടം വരെ ഒന്ന് അലറിക്കരയാൻ അവർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ആ ഹൃദയം ശാന്തമായേനെ. മനസ്സ് വിങ്ങിപ്പൊട്ടുമ്പോൾ ആരും കാണാതെയെങ്കിലും അതിവരുവോളം കരയണം. ആ കരച്ചിലിനൊടുവിൽ മനോഹരമായൊരു ശൂന്യതയുണ്ട്. പെയ്തൊഴിഞ്ഞ മേഘം പോലെ ഭാരം ഒഴിഞ്ഞ മനസ്സിൻ്റെ ഒരു ശൂന്യത. ആ ശൂന്യതയിൽ മനസ്സ് പാകപ്പെടും, ഹൃദയം ശാന്തമാകും. കടപ്പാട് ജയേഷ് മൈനാഗപ്പള്ളി.
അച്ഛനും മകളും പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് മകൾ അവിടെ ഒരാൾ ആപ്പിൾ വിൽക്കുന്നത് കണ്ട് അവൾക്ക് ഒരു ആപ്പിൾ വേണമെന്ന് ആവശ്യപ്പെട്ടു. അച്ഛൻ തന്റെ കയ്യിൽ അധികം പണം കരുതിയിരുന്നില്ല. എന്നാൽ 2 ആപ്പിൾ വാങ്ങാനുള്ള പണം ഉണ്ടായിരുന്നതിനാൽ അയാൾ അത് വാങ്ങി മകളെ ഏൽപ്പിച്ചു. കുട്ടി ഓരോ കയ്യിലും ഓരോ ആപ്പിൾ പിടിച്ചു നിന്നു. അതിൽ ഒരാപ്പിൾ തനിക്ക് തരാമോ എന്ന് അച്ഛൻ മകളോട് ചോദിച്ചു. പെട്ടെന്ന് തന്നെ കുട്ടി തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരാപ്പിൾ കടിച്ചു നോക്കി. അച്ഛന് എന്തെങ്കിലും പറയാൻ സാധിക്കുന്നതിന് മുമ്പ് തന്നെ അവൾ 2ാമത്തെ ആപ്പിളും കടിച്ചു നോക്കി. മകളുടെ ഈ പ്രവൃത്തി അച്ഛന് അതിശയവും വിഷമവും ഉണ്ടാക്കി. ഇങ്ങനെ ആർത്തി കാണിക്കാൻ മാത്രം തെറ്റായ രീതിയിലാണോ താൻ തന്റെ മകളെ വളർത്തിയത് എന്ന് അയാൾ ചിന്തിച്ചു. അതോ അവൾ കുഞ്ഞായതുകൊണ്ട് പങ്കുവെക്കലിനെ കുറിച്ചൊന്നും അവൾക്കറിയില്ലായിരിക്കും എന്നും അയാൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും അയാളുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. എന്നാൽ അതേസമയം മകൾ ഒരാപ്പിൾ കൊണ്ടുവന്ന് അച്ഛന് കൊടുത്തതിന് ശേഷം അച്ഛ, ഈ ആപ്പിൾ കഴിക്കൂ, ഇതിനാണ് കൂടുതൽ മധുരം എന്ന് പറഞ്ഞു. ഒരു നിമിഷം അച്ഛൻ നിശബ്ദനായി നിന്നു. തന്റെ കുഞ്ഞുമകളെ തെറ്റിദ്ധരിച്ചതോർത്ത് അയാൾക്ക് വിഷമമുണ്ടായി. പക്ഷേ എന്തിനാണ് തന്റെ മകൾ വളരെ പെട്ടെന്ന് 2 ആപ്പിളും കടിച്ചു നോക്കിയതെന്ന് ചിന്തിച്ചപ്പോൾ അയാളുടെ മുഖത്തെ പുഞ്ചിരി മടങ്ങി വന്നു. നന്മയുടെ പ്രകാശം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു ഇരുട്ടിനും നമ്മെ തോൽപ്പിക്കാനാവില്ല. നന്മയുടെ പ്രകാശം പരക്കട്ടെ. എല്ലാം കൈവിട്ട് പോയാൽ തോറ്റെന്ന് കരുതരുത്. അവിടെ നിന്ന് തുടങ്ങണം. കാരണം പൂജ്യങ്ങൾ ഇല്ലാതെ ഇന്നേ വരെ ഒരു 1000 കോടിയും ഉണ്ടായിട്ടില്ല. സ്വർഗ സൗന്ദര്യമേ, നീയൻ സത്യസംഗീതമേ, നീയൻ സ്വർഗ സൗന്ദര്യമേ, നീയൻ സത്യസംഗീതമേ. നിന്റെ സംഗീതനം സംഗീതനം ഓരോ ഈണങ്ങളിൽ പാടുവാൻ നീ തീർത്ത മൺവീണ ഞാൻ. നീ എൻ സ്വർഗ സൗന്ദര്യമേ, നീ പൂമാനവും താഴെ ഭൂമിയും സ്നേഹലാവണ്യമേ നിന്റെ ദേവാലയം. പൂമാനവും താഴെ ഭൂമിയും സ്നേഹലാവണ്യമേ നിന്റെ ദേവാലയം. ഗോപുരം നീളെ 1000 ദീപം ഉരുകി ഉരുകി മെഴുകു തിരികൾ ചാർത്തും മധുരമൊഴികൾ കിളികൾ അതിനെ വാഴ്ത്തും. മെല്ലെ ഞാനും കൂടെ പാടുന്നു നീ
എൻ സ്വർഗ സൗന്ദര്യമേ, നീ എൻ സത്യസംഗീതമേ, നിന്റെ സങ്കീർത്തനം സങ്കീർത്തനം ഓരോ ഈണങ്ങളിൽ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ്.